പ്രിയമുള്ള വിദ്യാർത്ഥികളെ, 3ാം ക്ലാസ് സമ്മേറ്റീവ് അസസ്മെന്റ്, അതായത് ആനുവൽ ഇവാലുവേഷൻ മാത്തമാറ്റിക്സ് ഗണിതത്തിന്റെ ചോദ്യപേപ്പറും അതിന്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി 1, ഫുഡ് ഫെസ്റ്റ്. എ ഫുഡ് ഫെസ്റ്റ് ഈസ് ബീങ് ഹെൽഡ് ഇൻ ദ ക്ലാസ്. ടേക്ക് എ ലുക്ക് അറ്റ് ദ ലിസ്റ്റ് ഓഫ് ചിൽഡ്രൻ ഹു ബ്രോട്ട് സ്നാക്സ്. എന്താ തന്നിരിക്കുന്നത്? താഴെ ഫുഡ് ഫെസ്റ്റിനോടനുബന്ധിച്ച് കുറച്ച് കുട്ടികൾ, ഒരു ക്ലാസ്സിലെ കുറച്ച് കുട്ടികൾ കുറച്ച് സ്നാക്സ് കൊണ്ടുവന്നു. അപ്പോൾ ഓരോ സ്നാക്സും കൊണ്ടുവന്ന കുറച്ച് സ്നാക്സുകളുടെ പേരും അത് കൊണ്ടുവന്ന കുട്ടികളുടെ എണ്ണവുമാണ് നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നത്. എന്തൊക്കെ സ്നാക്സ് കൊണ്ടുവന്നിട്ടുണ്ട്? ഇലയട, നെയ്യപ്പം, ഉണ്ണിയപ്പം, കൊഴുക്കട്ട. ഇനി അത് കൊണ്ടുവന്ന നമ്പർ ഓഫ് ചിൽഡ്രൻസും തന്നിട്ടുണ്ട്. ഇനി താഴെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. ഹൗ മെനി ചിൽഡ്രൻ ബ്രോട്ട് ഇലയട? എത്ര കുട്ടികളാണ് ഇലയട കൊണ്ടുവന്നത്? നമുക്ക് നോക്കാം എത്ര കുട്ടികളാണ്. 1, 2, 3, 4, 5. എത്ര കുട്ടികളാണ്? 5 കുട്ടികളാണ് ഇലയട കൊണ്ടുവന്നത്. ബി ക്വസ്റ്റ്യൻ, വിച്ച് സ്നാക്ക് വാസ് ബ്രോട്ട് ബൈ മോസ്റ്റ് ഓഫ് ദ ബോയ്സ്? ഏറ്റവും കൂടുതൽ ബോയ്സ് കൊണ്ടുവന്നത് ഏത് സ്നാക്ക് ആണെന്നാണ്. ഇവിടെ ആരെ കാണിച്ചിരിക്കുന്നത്? 3 ബോയ്സ് എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്? ഉണ്ണിയപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഉണ്ണിയപ്പാണ് ബോയ്സ് കൂടുതൽ കൊണ്ടുവന്നത്. ഉണ്ണിയപ്പം. ഹൗ മെനി ഗേൾസ് ബ്രോട്ട് ഇലയട? എത്ര ഗേൾസ് ആണ് ഇലയട കൊണ്ടുവന്നത്? 1, 2, 3. എത്ര ഗേൾസ് ആണ്? 3 ഗേൾസ് ആണ്. അപ്പൊ അവിടെ 3 എന്ന് ഉത്തരം എഴുതണം. അടുത്തത്, വിച്ച് among the following snack were brought by the same number of girls? Put a tick against the correct one. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ പെൺകുട്ടികള് നമ്പർ ഓഫ് ചിൽഡ്രൻസ് കൊണ്ടുവന്ന സ്നാക്സ്, ഗേൾസിന്റെ എണ്ണം സെയിം ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? ഉണ്ണിയപ്പം കൊണ്ടുവന്നത് 2 ഗേൾസ് ആണ്. അതുപോലെ നെയ്യപ്പം കൊണ്ടുവന്നതും 2 ഗേൾസ് ആണ്. ബാക്കി നോക്കി, ഇലയിടയിൽ 3 ഗേൾസ് ഇലയിട കൊണ്ടുവന്നിട്ടുണ്ട്. കൊഴുക്കട്ട 1 ഗേളെ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പൊ സെയിം നമ്പർ ഓഫ് ഗേൾസ് കൊണ്ടുവന്നത് ഉണ്ണിയപ്പവും നെയ്യപ്പവും ആണ് അല്ലേ? അപ്പൊ ഉണ്ണിയപ്പം നെയ്യപ്പം, അല്ലെങ്കിൽ നെയ്യപ്പം ഉണ്ണിയപ്പം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഇനി ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പ്രിപ്പയർ എ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദ ടേബിൾ. ഈ ടേബിൾ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ തയ്യാറാക്കാനാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം അല്ലേ? എങ്ങനെയൊക്കെ എഴുതും? നിങ്ങൾക്ക് സെയിം നമ്പർ ഓഫ് ബോയ്സ് കൊണ്ടുവന്ന സ്നാക്ക് ഏതാന്ന് ചോദിക്കുക. ഇവിടെ 2 ബോയ്സ് ഇലയട കൊണ്ടുവന്നിട്ടുണ്ട്, 2 ബോയ്സ് കൊഴുക്കട്ടയും കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം. അല്ലെങ്കിൽ ഏറ്റവും കുറവ് സ്നാക്സ് കൊണ്ടുവന്നത് ഏത് സ്നാക്കാണ്? ഏറ്റവും കുറവ് കുട്ടികൾ കൊണ്ടുവന്ന സ്നാക്ക് ഏതാന്ന് ചോദിക്കാം. ഏറ്റവും കുറവ് കുട്ടികൾ കൊണ്ടുവന്ന സ്നാക്ക് ഏതാണ്? കൊഴുക്കട്ടയാണ്. അതുപോലെ ഒരു ഗേൾ മാത്രം കൊണ്ടുവന്ന സ്നാക്ക് ഏതാണ്? കൊഴുക്കട്ടയാണ്. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇതിനകത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ എടുത്ത് തയ്യാറാക്കി എഴുതാം. അടുത്ത ആക്ടിവിറ്റി 2, എ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എയും ബിയും ക്വസ്റ്റ്യൻ ഉണ്ട്. ഏതെങ്കിലും ഒന്നിന് ഉത്തരം നിങ്ങൾ എഴുതിയാൽ മതി. നമുക്ക് എ ക്വസ്റ്റ്യൻ നോക്കാം. ചിൽഡ്രൻ ആർ ഫില്ലിംഗ് വാട്ടർ ഇൻ ഈച്ച് വെസൽ. ലുക്ക് അറ്റ് ഹൗ ഹാഷിം ആൻഡ് മീന ഫിൽഡ് വാട്ടർ ഇൻ ദ വെസൽ. താഴെ കൊടുത്തിരിക്കുന്നത് മീനയുടെയും ഹാഷിമും എന്താണ്? വെള്ളം ഫില്ല് ചെയ്യുന്നതാണ്. ഇതിൽ ഹാഷിം പറയുന്നുണ്ട് പവർ വാട്ടർ യൂസിങ് എ 5 ലിറ്റർ വെസൽ 1 ടൈം ആൻഡ് 2 ലിറ്റർ വെസൽ 2 ടൈം. എന്താ പറയുന്നത്? ഹാഷിം പറയുന്നത് 5 ലിറ്റർ ഒരു വെസലുകളിലുള്ള ഒരു 5 ലിറ്ററിൽ ഒരു പ്രാവശ്യം ഒഴിച്ചു, വെസലിലേക്ക് വെള്ളം ഒഴിച്ചു. 2 ലിറ്ററിന്റെ വെസലിൽ 2 പ്രാവശ്യവും ഒഴിച്ചു എന്ന് പറയണം. അപ്പൊ 5 ലിറ്ററിന്റെ വെസൽ ഒരു പ്രാവശ്യവും 2 ലിറ്ററിന്റെ വെസൽ 2 പ്രാവശ്യം ഒഴിച്ചു എന്ന് പറയണേ. എന്താണ് മീന പറയുന്നത്? മീന പറയുന്നത് പവർ വാട്ടർ 2 ടൈംസ് യൂസിങ് 5 ലിറ്റർ വെസൽ ആൻഡ് 5 ലിറ്റർ വെസൽ ഉപയോഗിച്ച് 2 പ്രാവശ്യം ഒഴിച്ചു. ആൻഡ് 1 ടൈം യൂസിങ് എ 500 മില്ലി വെസൽ. ഒരു പ്രാവശ്യം 500 മില്ലി വെസലും യൂസ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 2 പേരും ഒഴിച്ച വെള്ളത്തിന്റെ അളവുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ക്വാണ്ടിറ്റി ഓഫ് വാട്ടറിന്റെ ക്വാണ്ടിറ്റി. ഹാഷിമിന്റെ എത്ര ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 5ഉം പിന്നെ 2 ലിറ്ററിന്റെ 2 പ്രാവശ്യവും അല്ലേ? 5 ലിറ്ററിന്റെ ഒരു പ്രാവശ്യവും 2 ലിറ്ററിന്റെ 2 പ്രാവശ്യവും. അപ്പോ ഹാഷിം മൊത്തം എത്ര ഒഴിച്ചിട്ടുണ്ടാവും? 5 ലിറ്ററിന്റെ ഒരു വെസല് 2 ലിറ്ററിന്റെ 2 പ്രാവശ്യം അല്ലേ? അപ്പൊ 5 + 2 + 2 എത്രയാണ്? മൊത്തം 9 ലിറ്റർ അല്ലേ? 9 ലിറ്റർ ആണ് ആര്? ഹാഷിം ഇത് ചെയ്തിരിക്കുന്നത്. ഇനി മീനയുടെ 2 ടൈംസ് 5 ലിറ്റർ എന്ന് പറയണം. അപ്പൊ 5 + 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ലിറ്റർ ആണ് അല്ലേ? അപ്പൊ 10 ലിറ്ററും പിന്നെ 500ന്റെ ഒരു പ്രാവശ്യം. അപ്പൊ നിങ്ങൾ എങ്ങനെ എഴുതണം? 10 ലിറ്ററും
പിന്നെന്താണ് 10 ലിറ്ററും 500, 10 ലിറ്ററും 500 മില്ലി ലിറ്റർ 10 ലിറ്ററും 500 മില്ലി ലിറ്റർ എന്ന് എഴുതണം. അപ്പം ഹാഷിം 9 ലിറ്ററാണ്. 5 + 2 + 2. ഇനി മീന 5 + 5 പിന്നെ എന്താണ് 500 മില്ലി ലിറ്റർ. അപ്പം 10 ലിറ്ററും 500 മില്ലി ലിറ്ററും അങ്ങനെയാണ് എഴുതേണ്ടത്. ഇനി ഹൂസ് വെസൽ കണ്ടെയ്ൻ മോർ വാട്ടർ? ആരിലാണ് കൂടുതൽ? നമുക്കറിയാം ആരിലാണ് കൂടുതൽ? മീനയുടെയിലാണ് കൂടുതൽ. മീനയുടെയിലാണ് കൂടുതൽ. എത്രയാണ്? ഹൗ മച്ച് മോർ? എത്രയാണ് കൂടുതൽ? ഇവിടെ 9 ലിറ്റർ ഉള്ളൂ. 10 ലിറ്ററും 500 മില്ലി ലിറ്ററും ഉണ്ട് അല്ലേ? അപ്പോൾ 1 ലിറ്ററും 500 മില്ലി ലിറ്ററും 1 ലിറ്ററും 500 മില്ലി ലിറ്ററുമാണ്. 1 ലിറ്ററും 500 മില്ലി ലിറ്ററുമാണ് കൂടുതലുള്ളത്. ഹൗ മെനി ടൈംസ് ഡു യു നീഡ് ഫിൽ 1 ലിറ്റർ വെസൽ വിത്ത് വാട്ടർ യൂസിങ് 200 മില്ലി ലിറ്റർ വെസൽ? എത്രയാണ്? 5 ടൈംസ്. 5 ടൈംസ്. എന്തുകൊണ്ടാണ്? നമുക്കറിയാം 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 മില്ലി ലിറ്റർ ആണ് അല്ലെ? 1 ലിറ്റർ എന്ന് പറഞ്ഞാണ് 1000 മില്ലി ലിറ്റർ എന്ന് പറയുന്നത്. അപ്പൊ 200ന്റെ 5 പ്രാവശ്യം ഒഴിച്ചാലാണ് എന്ത് കിട്ടുക? 1 ലിറ്റർ കിട്ടുക. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു 1 ലിറ്റർ? പുട്ട് എ ടിക്ക് മാർക്ക് അഗൈൻസ്റ്റ് ദ കറക്റ്റ് വൺ. ഇതിൽ 1 ലിറ്ററിന് ഈക്വൽ ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് 500 മില്ലി ലിറ്റർ 2 ടൈംസ് അല്ലേ? 500 മില്ലി ലിറ്റർ 2 ടൈംസ്. അപ്പൊ നമുക്ക് 1000 കിട്ടും. ഇപ്പൊ പറഞ്ഞതാണ് എന്താണ്? 1 ലിറ്റർ എന്ന് വെച്ചാൽ എത്രയാണ്? 1000 മില്ലി ലിറ്റർ ആണ്. അപ്പോൾ 500 2 പ്രാവശ്യം ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി ആക്ടിവിറ്റി 2B ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹൗ മച്ച് ഡസ് ഇറ്റ് വെയ്? ദ വെയിറ്റ് ഓഫ് ഓൾ ദ ഐറ്റംസ് ആർ ഗിവൺ ഇൻ ഗ്രാംസ് ഇൻ ദ ബിൽ ഫ്രം ദ ഗ്രോസറി. ഇവിടെ കുറച്ച് സാധനങ്ങൾ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? മസ്റ്റാർഡ് കടുക് 250 ഗ്രാം, സോൾട്ട് 2000 ഗ്രാം, റൈസ് 7000 ഗ്രാം, ടീ ഡസ്റ്റ് 750 ഗ്രാംസ്. ക്ലാസിഫൈ ദീസ് ഐറ്റം ബേസ്ഡ് ഓൺ വെയിറ്റ്. വെയിറ്റിന്റെ ബേസിൽ ഇതിനെ നിങ്ങളോട് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് നമുക്ക് നോക്കാം. ലെസ് ദാൻ 1 കിലോഗ്രാം. 1 കിലോഗ്രാമിൽ കുറവുള്ളത് ഏതൊക്കെയാണ്? മസ്റ്റാർഡ് കടുക് കുറവാണ്. പിന്നെയോ 1 ഗ്രാമിൽ കുറവുള്ളത് ടീ ഡസ്റ്റ് അല്ലേ? ടീ ഡസ്റ്റ് ചായപ്പൊടി, ടീ ഡസ്റ്റ് 1 കിലോഗ്രാമിൽ കുറവുള്ളത്. ഇനി മോർ ദാൻ 1 കിലോഗ്രാം ഏതാണ്? 1 കിലോഗ്രാമിൽ കൂടുതലുള്ളത് ഏതൊക്കെയാണ്? സോൾട്ട്, റൈസ് അല്ലേ? സോൾട്ടും റൈസും. നെക്സ്റ്റ്, the weight of item that Srikutti bought is 12 kilograms, 200 grams. The weight of items that Shailaja bought is 6 kilograms, 300 grams. What is the total weight of items they bought? എന്താ പറയുന്നത്? ഈ സെയിം ഐറ്റംസ്, the weight of item the Srikutti bought 12 kilograms, 200 grams. ശ്രീകുട്ടി വാങ്ങിച്ചിരിക്കുന്ന സാധനങ്ങളുടെ വെയിറ്റ് എന്ന് പറയുന്നത് 12 കിലോഗ്രാം 200 grams ആണ്. ദ വെയിറ്റ് ഓഫ് ഐറ്റം ദ ശൈലജ ബോട്ട്, ശൈലജ വാങ്ങിച്ചിരിക്കുന്നത് 6 കിലോഗ്രാം 300 ഗ്രാം ആണ്. വാട്ട് ഇസ് ദ ടോട്ടൽ വെയിറ്റ് ഓഫ് ഐറ്റംസ് ദേ ബോട്ട്? അവർ വാങ്ങിച്ച ഐറ്റങ്ങളുടെ ടോട്ടൽ വെയിറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 12 + 16 അല്ലേ? ആദ്യം നമ്മൾ 12 + 16 ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? 18 എന്ന് കിട്ടും. 18 kg എന്ന് കിട്ടും. പിന്നെ എത്രയാണ്? 200 ഗ്രാമും 300 ഗ്രാമും ആണ്. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 500 ഗ്രാം എന്ന് കിട്ടും. അപ്പൊ നമുക്ക് മൊത്തം അവര് കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 18 kgയും 500 ഗ്രാമും ആണ്. അപ്പോൾ 18 കിലോഗ്രാം പിന്നെ 500 ഗ്രാം. ഇതാണ് ഉത്തരമായിട്ട് കിട്ടുക. See question, which of the following is used for measuring weight? Put a tick mark of the correct one. ഇന്നത്തെ വെയിറ്റ് നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏതാണ്? അതിന് ടിക്ക് മാർക്ക് കൊടുക്കാനാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഇനി ആക്ടിവിറ്റി 3 ലെറ്റ്സ് ഗ്രൂപ്പ് എന്നുള്ളതാണ്. ശ്രീകുട്ടി gave 6 guas to a friend from the 24 she brought. How many guas does she have now?
ശ്രീകുട്ടി 6 പേരയ്ക്ക അവളുടെ ഫ്രണ്ടിന് കൊടുത്തു. മൊത്തം അവൾ 24 കൊണ്ടുവന്നത്. 6 അവളുടെ ഫ്രണ്ടിന് കൊടുത്തു. ഹൗ മെനി ഗുവാസ് ഡസ് ഷീ ഹാവ് നോ? ഇപ്പൊ അവളുടെ കയ്യിൽ അപ്പൊ ബാക്കി എത്രയുണ്ട്? അപ്പൊ 24 നിന്ന് 6 മൈനസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 18 എന്ന് കിട്ടും. ഇനി ബി ക്വസ്റ്റ്യൻ, ശ്രീകുട്ടി ഷെയർസ് 6 ഈച്ച് ഫ്രം ദ റിമൈനിങ് ഗുവാസ് വിത്ത് ഹെർ ഫണ്ട്. ഹൗ മെനി ഫ്രണ്ട്സ് വിൽ ഗെറ്റ് ദ ഗുവാസ്? ഇപ്പൊ ബാക്കിയുള്ള ഗുവയില് 6 വെച്ചിട്ട് അവള് ഷെയർ ചെയ്തു ഫ്രണ്ട്സിന്, വേറെ ഫ്രണ്ട്സിന് അവള് 6 വെച്ചിട്ട്. ഇപ്പൊ ഉള്ള മൊത്തം ഇപ്പൊ എത്ര എണ്ണം കയ്യില് ബാലൻസ്? 18. അതില് അവള് 6 വെച്ചിട്ട് എല്ലാവർക്കും കൊടുത്തു. അപ്പോ 18/6 ചെയ്യാം. 18/6 ചെയ്യുമ്പോ എത്ര കിട്ടണേ? 3 ഉത്തരം കിട്ടും. അപ്പൊ മൊത്തം എത്ര പേർക്കാണ് അവള് ഷെയർ ചെയ്തിട്ടുണ്ടാവുക? 3 പേർക്ക് അല്ലേ? 3 പേർക്ക്. 6 + 6 + 6 6 6 12 12 6 18 അല്ലേ? 3 പേർക്കായിരിക്കും അവള് ഷെയർ. അപ്പൊ 18/6 എന്ന് ചെയ്താൽ മതി. 18 ഇപ്പൊ ഉള്ളത് 18 18/6 6 വെച്ചിട്ടല്ലേ കൊടുത്തത്? 18/6 എന്ന് പറഞ്ഞാൽ 3 പേർക്കാണ് അവള് ഷെയർ ചെയ്തത് 6 വെച്ചിട്ട്. ഇനി ഹാഷിം ഡിസ്ട്രിബ്യൂട്ട് 36 ചാമ്പാസ് ഈക്വലി ടു 4 ഫ്രണ്ട്സ്. ഹാഷിം 36 ചാമ്പ 4 ഫ്രണ്ട്സിന് ഈക്വൽ ആയിട്ട് കൊടുത്തു. ഹൗ മെനി ഡസ് ഈച്ച് വൺ ഗെറ്റ്? അങ്ങനെയാണ് ഓരോരുത്തർക്കും എത്ര കിട്ടിയിട്ടുണ്ടാവും? 36/4 എന്നാണ് അല്ലേ? 36/4 ചെയ്യുമ്പോൾ എത്ര കിട്ടണത്? 9 × 4 36 ആണ് അല്ലേ? അപ്പോൾ 9 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? 4 × 9 9 4 36 ഇങ്ങനെ എഴുതും. ഓക്കെ, നെക്സ്റ്റ് ഡി ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു 48/8? 48/8 ഈക്വൽ ആയിട്ടുള്ളത് ഏതാണ്? 24/4. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ആക്ടിവിറ്റി 4 നോക്കാം. ലെറ്റ്സ് കൗണ്ട്. ലുക്ക് അറ്റ് പിക്ചർ ഓഫ് ലഡൂസ് ബ്രോട്ട് ബൈ സോനു ഫോർ ദ ഫുഡ് ഫെസ്റ്റ്. എന്താണ്? സോനു ഫുഡ് ഫെസ്റ്റിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ലഡുവിന്റെ പിക്ചറാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഹൗ മെനി ലഡൂസ് ആർ ദെയർ? ഇവിടെ എത്ര ലഡു ഉണ്ട് നോക്കൂ. ഓരോന്നിലും മൊത്തം എത്ര ഇതുണ്ട്? 2 3 4 പ്ലേറ്റ്സ് ഉണ്ട്. ഓരോ പ്ലേറ്റിലും 1 2 3 4 5 6 7 8 എണ്ണം വെച്ചിട്ടുണ്ട്. അപ്പൊ 4 പ്ലേറ്റും 8 എണ്ണം വെച്ചിട്ടും ഉണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 8 + 8 + 8 + 8 അല്ലേ? അതായത് 4 8 ഉണ്ട്. 4 × 8 32 എന്ന് എഴുതണം. ഇനി മീനു ബ്രോട്ട് 2 more packets having 8 ladoos each in it. What is the total number of ladoos they brought? അവള് എന്ത് ചെയ്തു? 2 പാക്കറ്റും കൂടി വാങ്ങിച്ചു. 8 ലഡു വീതമുള്ള 2 പാക്കറ്റും കൂടെ വാങ്ങിച്ചു. ഇപ്പൊ ടോട്ടൽ 32 എണ്ണം കയ്യിലുണ്ടായിരുന്നു. അപ്പോ 8 ലഡുവിന്റെ 2 പാക്കറ്റും കൂടെ വാങ്ങിച്ചു. അപ്പൊ 32 + 8 + 8 അല്ലെ? 2 പാക്കറ്റും കൂടെ വാങ്ങിച്ചു. അപ്പം 8 + 8 എന്ന് പറഞ്ഞാൽ 16. 32 + 16 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 48. 32 + 8 + 8. ഇനി 1 പാക്കറ്റ് ഓഫ് ലഡൂസ് കോസ്റ്റ് 20 rupees. How much does 6 packet of ലഡു കോസ്റ്റ്? ഒരു പാക്കറ്റ് ലഡുവിന് 20 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 6 പാക്കറ്റിന് എത്രയാവും? അപ്പൊ 20 × 6 എത്രയാണ്? 120 rupees. 120 രൂപയാണ് ആവുക. 12 × 9 is equal to 108. Which among the following is equal to 15 × 9? ഇവിടെ tick against the correct one. ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരം. 9 added 3 times to 108. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി 5 ആണ്. 5ല് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. എയും ബിയും. ഏതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി മക്കള്. ഇനി ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ദ നമ്പർ? അതാണ് ചോദിച്ചിരിക്കുന്നത്. ദ ചെസ്റ്റ് നമ്പർ ഗിവൺ ടു 3rd standard children who participate in the food fest is from 100 to 135. 3ാം ക്ലാസ്സിൽ ഫുഡ് ഫെസ്റ്റിന് പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ചെസ് നമ്പർ കൊടുത്തു. എവിടെ തൊട്ടാണ്? 100 മുതൽ 135 വരെ. ഹൗ മെനി ചിൽഡ്രൻ പാർട്ടിസിപ്പേറ്റഡ് ഫ്രം ദ 3rd standard? അങ്ങനെയാണെങ്കിൽ എത്ര കുട്ടികളായിരിക്കും അതിൽ പങ്കെടുക്കുക? അപ്പൊ എന്ത് ചെയ്താൽ മതി? എത്ര കുട്ടികളാണ് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്നുള്ളത് അറിയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം 101 മുതൽ 135 വരെ 35 കുട്ടികളായിരിക്കും ഉണ്ടാവുക. പിന്നെ 100 എന്നൊരു സംഖ്യ കൂടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ ഒരു സംഖ്യയുടെ 35 + 1 36. 36 കുട്ടികളായിരിക്കും അതിനകത്ത് പങ്കെടുക്കുന്നുണ്ടാവുക. ബി ക്വസ്റ്റ്യൻ, ₹340 was spent to buy things to decorate the class. If 500 rupees is given, how much will you get as balance?
നമ്മൾ ക്ലാസ്സിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 340 രൂപയ്ക്ക് ചിലവാക്കി. 500 രൂപയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ ബാലൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ 500 മൈനസ് 340 ചെയ്യുക. 500 മൈനസ് 340 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 160 എന്ന് ഉത്തരം കിട്ടും. ഇനി സി ക്വസ്റ്റ്യൻ, ഡ്രോ എ ബീഡ്സ് ഓൺ ദ അബാക്കസ് ടു ഷോ ദ നമ്പർ 436. 436നെ അബാക്കസിൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 100ന്റെ ഭാഗത്ത് 4 ബീഡ്സ് വരയ്ക്കുക. പിന്നെ 10ന്റെ ഭാഗത്ത് 3 എണ്ണം വരയ്ക്കുക. 1ന്റെ ഭാഗത്ത് 6 എണ്ണം വരയ്ക്കുക. നെക്സ്റ്റ്, പുട്ട് എ ടിക്ക് മാർക്ക് ഫോർ ദ കറക്റ്റ് വൺ ദാറ്റ് ഷോസ് ദ നമ്പർ 764. 764 ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 616 tens, 4 ones. ഇനി അഞ്ചാമത്തെ ബി ക്വസ്റ്റ്യൻ, ലെറ്റ് മേക്ക് നമ്പേഴ്സ്. ലുക്ക് അറ്റ് ദ നമ്പർ കാർഡ് ഗിവൺ ബിലോ. ഒരു നമ്പർ കാർഡ്സ് കാണിച്ചിട്ടുണ്ട്. വിച്ച് ഇസ് ദ ലാർജസ്റ്റ് 3-digit നമ്പർ ദാറ്റ് ക്യാൻ ബി മെയ്ഡ് ഔട്ട് ഓഫ് ദീസ് നമ്പേഴ്സ്. ലാർജസ്റ്റ് നമ്പർ ഇത് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്നത് ഏതാണ്? 862 അല്ലേ? ഇത് തന്നെയാണ് ഉണ്ടാക്കാൻ പറ്റുന്ന. 862 ആണ് ഏറ്റവും വലുതായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. വിച്ച് ഇസ് ദ സ്മോളസ്റ്റ് 3-digit നമ്പർ. സ്മോളസ്റ്റ് ഏതാണ്? ഏറ്റവും ചെറിയ സംഖ്യ. പിന്നെ അത് കഴിഞ്ഞിട്ട് 268. അപ്പോൾ 268 എന്നാണ് എഴുതേണ്ടത്. അടുത്ത, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു നമ്പേഴ്സ്. ഈ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് കാണുക. അപ്പം 862ൽ നിന്ന് 268 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 594 ഉത്തരം കിട്ടും. അപ്പോൾ മൈനസ് ചെയ്യാണ് വേണ്ടത്. ഡ്രോ ബീഡ്സ് ടു ഷോ ദ നമ്പർ 732. 732 എന്നുള്ളത് അബാക്കസിൽ ചെയ്യാനാണ് പറയണേ. അപ്പോൾ 7 എന്നുള്ളിടത്ത് 100ൽ 7 ബീഡ്സ്, മറ്റേ 10ൽ 3 ബീഡ്സ്, 1ൽ 2 ബീഡ്സ്. 27th question, sorry 27th അല്ല, ഈ ക്വസ്റ്റ്യൻ 27 beads are needed to make the largest 3-digit number on the abacus. How many beads are needed to make the smallest 4-digit number on the abacus? എത്രയാണ്? 1. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരമെന്ന് പറയുന്നത്. ഇത്രയുമാണ് നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. Then see you again. Thank you.